ദിവസങ്ങൾ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് വിവാദ സമാധി വിഷയത്തിൽ നിർണായക നീക്കം പോലീസ് നടത്തിയത്. ഇന്ന് രാവിലെ 5 മണി മുതൽ ഗോപന്റെ വീട്ടിലേക്കും കല്ലറയിലേക്കുമുള്ള മുഴുവൻ വഴികളും അടച്ച് പോലീസ് സുരക്ഷയൊരുക്കി. പിന്നാലെ പോലീസ് സർജനും ഫോറൻസിക് സംഘവും സ്ഥലത്തേക്കെത്തി. കൃത്യം 7:10 കൂടി തന്നെ കല്ലറ പൊളിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. 7:45 കൂടി അറയ്ക്കുള്ളിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നു. സ്ലാവ് പൊക്കി എന്നിട്ട് പുറത്ത് വെച്ചതിന് ശേഷം 3 സൈഡ് ഫ്രണ്ടിൽ 2 സ്ലാബായിരുന്നു. അതിനെ ഓരോന്നായിട്ട് ഇളക്കി മാറ്റി. എന്നിട്ട് ഒരു സൈഡ് ആദ്യം വല സൈഡ് പൊളിച്ചു. അതിൽ പുറത്താണ് സിമന്റ് കൊണ്ട് പൂശിയിരുന്നത്. സിമന്റ് കെട്ടായിരുന്നു, ചുടുകല്ലായിരുന്നു. ഭസ്മം കരുത്ത് വരെ ഇട്ടതായിരിക്കും, പക്ഷെ അതിന് അല്പം കൂടി താന്ന് സെറ്റായത് കൊണ്ടായിരിക്കും. അല്പം കൂടി ഇരിക്കുന്ന നിലയിലായിരുന്നു. മുഖം തിരിച്ചറിയാം, പിന്നെ നല്ല രീതിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം പുതച്ചിരിക്കുകയായിരുന്നു. ഒന്നര മണിക്കൂറുകൾ കൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നെയ്യാറ്റിൻകര പോലീസ് രജിസ്റ്റർ ചെയ്ത ഗോപൻ തിരോധാന കേസിൽ തീർപ്പുണ്ടായെങ്കിലും ഈ നാട്ടുകാരുന്നയിക്കുന്ന സംശയങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല. ഗോപൻ്റേത് സ്വാഭാവിക മരണമാണോ, ദുരൂഹതയുണ്ടോ? ഇനിയും ഇക്കാര്യങ്ങൾ ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഒരാൾ മരിക്കുമ്പോൾ സ്ലാബിട്ട് മൂടണോ, കുളത്തിൽ തക്കണോ, കുഴിച്ചു മൂടണോ എന്നുള്ളത് അവരുടെ തീരുമാനങ്ങളാണ്. പക്ഷെ അത് മരിച്ചതിന് ശേഷമാണോ ജീവനോടെ ആണെന്നുള്ളത് മാത്രം ജനങ്ങൾക്കറിയുക. അത്രയ്ക്കുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അങ്ങനെ ഇപ്പൊ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയണ്ടേ? ഇത് മരിച്ചുകൊണ്ടിരുന്നതാണോ അതോ ഇയാളെ ജീവനോടെ കുഴിച്ചു മൂടിയതാണെന്നുള്ള അറിയാം. നമുക്ക് ദുരൂഹത ഒരുപാടുണ്ട് ജനങ്ങൾക്ക്. അച്ഛൻ ഇങ്ങനെ സമാധിയായെങ്കിൽ ആ നാട്ടുകാരറിയണ്ടേ? ഒരു ഡോക്ടറെ വിളിച്ചത് കൺഫേം ചെയ്യുകയോ, മരണം കൺഫേം ചെയ്യുകയോ, അല്ലെങ്കിൽ നാട്ടുകാരെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോളൂ, പൊക്കോളൂ, ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. മൃതദേഹം മാറ്റിയതിന് പിന്നാലെ വീടിന് മുന്നിൽ ചില നാടകീയ രംഗങ്ങൾ. പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആശുപത്രിയിലേക്ക് മകനെ കൂട്ടിക്കൊണ്ടുപോകാൻ പോലീസ് എത്തി. എന്നാൽ അത് പോലീസ് മകനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കമാണോ എന്ന് പലരും സംശയിച്ചു. വിശ്വാസത്തെ കൂട്ടുപിടിച്ച് നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാനും വർഗീയ ചേരിതിരിവുണ്ടാക്കാനുമുള്ള ശ്രമത്തിന് കൂടിയാണ് ഇന്ന് രാവിലെയോടെ അറുതിയായത്. അതിന് വഴിയൊരുക്കിയതാകട്ടെ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടലും. രാകേഷിനും ജിബിനും പ്രേംശശിക്കുമൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.